കേരളത്തിലെ ആളുകളെ വാർത്ത കാണാൻ പ്രേരിപ്പിച്ച ഒരാൾ എന്നൊരു ക്യാപ്ഷൻ എപ്പോഴും കാണും. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ആ കർക്കിടക ദിവസം എന്റെ ആ ബ്ലൗസ് അത് ആരിലൊക്കെയോ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വേണമെങ്കിൽ ന്യൂസ് വെച്ചോ, നാളെ വല്ല ഹർത്താലുണ്ടോന്ന് അറിയാലോ. ഇന്ന് 2026 ജൂലൈ മാസം 17 മലയാള മാസം കർക്കിടകം 1 ഇന്ന്. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി, ഒരുപാട് ഇഷ്ടായി. ഇതിന് കൊടുത്ത ക്യാപ്ഷൻ കൊച്ചു കേരളത്തിലെ ചിലരുടെ ശ്രദ്ധ മുഴുവൻ പോയ 2 വള്ളികൾ. ഒരു വള്ളിയെ കാണുന്നുള്ളൂ. ഒരു വള്ളി കൂടി ഓർമ്മിപ്പിച്ചു. പക്ഷെ ആ കഷ്ടകാലത്തെ പോലും പ്രാർത്ഥനയിലൂടെയും ആരോഗ്യ സംരക്ഷണത്തിലൂടെയും ആത്മവിചിന്തനത്തിലൂടെയും ഒക്കെ അതിജീവിക്കാനാണ് നമ്മുടെ പൂർവികരൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. കഴിഞ്ഞ ജൂലൈ 17 അതായത് കർക്കിടക മാസത്തിന്റെ തുടക്കത്തിൽ സേതുലക്ഷ്മി ഹലോ മലയാളം എന്ന പ്രോഗ്രാമിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതൊരു ഒന്നൊന്നര പ്രത്യക്ഷപ്പെടലായിരുന്നു മക്കളെ. ആ പ്രത്യക്ഷപ്പെടലാണ് ഇപ്പോഴുള്ള വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒക്കെ വഴിവെച്ചത്. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. മലയാളികൾക്ക് കർക്കിടകം എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും മഴയുടെയും രാമായണ മാസത്തിൻ്റെയും അതേപോലെ വീടുകളിൽ ഔഷധക്കഞ്ഞിയുടെയും കുടുംബസ്നേഹത്തിൻ്റെയും ഒക്കെ ഒരു കുളിർകാലം കൂടിയാണ്. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഇഷ്ടകാലമായിരുന്നു എന്നതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിനെ ഇപ്പോഴും, പണ്ട് മാത്രമല്ല ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ പഞ്ഞമാസം എന്ന് വിളിക്കുന്നവരുണ്ട്. ഇത് ഉറുഷിയാണോ കൽപ്പനയാണോ? ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് ആ കർക്കിടക ദിവസം എന്റെ ആ ബ്ലൗസ് അത് ആരിലൊക്കെയോ കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? ബ്ലൗസ് മാത്രമാണ് അവരുടെ പ്രശ്നമല്ല, ഞാൻ പറഞ്ഞ കണ്ടന്റ് അല്ല. അതെ. അപ്പം അതിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണം. സൂക്ഷിച്ച്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. കേരളത്തിലെ ആളുകളെ വാർത്ത കാണാൻ പ്രേരിപ്പിച്ച ഒരാൾ എന്നൊരു ക്യാപ്ഷൻ എപ്പോഴും കാണും. എടോ, ജനങ്ങളുടെ കയ്യടി വാങ്ങിക്കാൻ തന്റെ ഈ തടിമെടുക്കും അടിയും ഇടിയും വെടിയും ഇരിക്കെ ഐ മീൻ വയലൻസ് മാത്രം പോരാ, കുറച്ച് യോഗം കൂടി വേണം. അതെനിക്കുണ്ട്.